ആശാവർക്കർമാരുടെ സമരം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാനിപ്പോൾ ഷോർട്സിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നേ അവതരിപ്പിച്ചു. ഇനി ആശാവർക്കർമാർക്ക് വേണ്ടി ഇന്നലെ ഞാനും എൻ്റെ സുഹൃത്തും ജേർണലിസ്റ്റുകളും ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടുണ്ടായ ഇതും കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഈ സെക്ഷനും കൂടെ നമ്മൾ ആശാമാർക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവം എൻ്റെ മകൻ്റെ 3 വയസ്സ് പ്രായമുള്ള എൻ്റെ മകൻ്റെ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ജേർണലിസ്റ്റ് സുഹൃത്തോട് സംസാരിച്ചത്. പലപ്പോഴും നമ്മുടെ വാക്സിൻ കാര്യങ്ങളും പോളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് ആശാവർക്കർമാരുടെ സഹായം നമ്മൾ മറന്നുപോയാലും അവരാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും പറയുന്നതുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ചർച്ച അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചത്. അത്രയും അനുഭവം എനിക്കുണ്ട്. ആശാവർക്കറുടെ ഹെൽപ്പ് നമ്മൾ അനുഭവിക്കുന്നതാണ്. അത് ഒന്ന്. രണ്ടാമത്തത്, നമ്മുടെ നഗരവൽക്കരണത്തിന് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തുകളിലാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് കേന്ദ്രം അനുവദിക്കുന്നത്. എങ്കിലും നഗരത്തിലുണ്ടാകുന്ന തൊഴിലുറപ്പ് പദ്ധതിക്ക് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് ഈ പുരോഗമന വേഷം ധരിച്ച വർഗീയവാദികൾ ആയിട്ടുള്ള കപടപക്ഷം അയ്യങ്കാളിയുടെ നാമത്തെ മഹാത്മാ അയ്യങ്കാളിയുടെ നാമത്തെ ദുരുപയോഗപ്പെടുത്തുകയും അങ്ങനെ അതിനുവേണ്ടി ഫണ്ട് വർഷാവർഷം ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആശാവർക്കർമാരുടെ ഫണ്ട്, ആശാവർക്കർമാരുടെ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ആണെന്ന് പറയുമെങ്കിൽ കൂടിയും ആ ജനവിഭാഗങ്ങളെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ദുരുപയോഗപ്പെടുത്തുകയും സർക്കാരിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അവരെ കേന്ദ്ര ഫണ്ട് മാത്രം കൊടുത്തുകൊണ്ട് സ്ഥിരപ്പെടുത്താതെ താൽക്കാലിക ജീവനക്കാരെക്കാളധികം ജോലി എടുപ്പിച്ചുകൊണ്ടും ചെയ്യുന്നത് വിശദീകരിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പ്രകാരം ഇന്ന് മാതൃഭൂമി 2025 മാർച്ച് 7 എഡിറ്റോറിയൽ എഴുതിയതാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടെ വിശദീകരിക്കുന്നത്. ആശാമാർക്ക് വേണ്ട ഈ കേരള തർക്കം എന്നാണ് അവർ എഡിറ്റോറിയൽ എഴുതിയത്. തീർച്ചയായിട്ടും അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസ്ഥാനത്തെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപകൽ സമരം തുടരുകയാണ്. 2007 തുടങ്ങിയ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ആശ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റിന് കീഴിൽ കേരളത്തിൽ 26,125 പ്രവർത്തകരാണുള്ളത്. മെച്ചപ്പെട്ട വേതന വ്യവസ്ഥകൾ ആവശ്യപ്പെട്ട് ഇവർ സമരം ചെയ്യുമ്പോൾ പരസ്പരം പഴിചാരുകയാണ്. കേരള കേന്ദ്ര സർക്കാരുകൾ ആശാവർക്കർമാരുടെ സേവനങ്ങൾ കൊണ്ട് കൂടിയാണ് കേരളം ആരോഗ്യരംഗത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുകയെന്ന് സമരക്കാരുടെ ഓർമ്മപ്പെടുത്തൽ. ഇത് കേന്ദ്ര സർക്കാർ പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളേണ്ടതാണ്. കേന്ദ്രത്തെ ഇക്കാര്യം വേണ്ടവിധം ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാരുകളും മുൻകൈയെടുക്കണം. 3 മാസത്തെ വേതന കുടിശ്ശിക നൽകുക, ഓണറേറിയം വർദ്ധിപ്പിച്ച് എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപായി നൽകുക, ഓണറേറിയം ലഭിക്കുന്നതിനുള്ള ഉപാധികൾ പിൻവലിക്കുക, വിരമക്കൽ ആനുകൂല്യമായ 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആണ് സമരം തുടങ്ങിയത്. അതിനുശേഷം കുടിശ്ശിക വിതരണം സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കി. ഉപാധികൾ നിബന്ധനകളുമില്ലാതെ ഓണറേറിയം നൽകണമെന്ന ആവശ്യവും അംഗീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങുമെന്നും കരുതുന്നു. സമരക്കാരുടെ ആവശ്യങ്ങളിൽ 2 സർക്കാർ അംഗീകരിച്ചത് അഭിനന്ദനീയമാണ്. എന്നാൽ തുച്ഛമായ വേതനം കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്നടക്കമുള്ള മറ്റാവശ്യങ്ങളുടെ കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. ഓണറേറിയവും കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്ന് ആരോഗ്യമന്ത്രി പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം ആർ ഏറ്റെടുക്കുമെന്നതിൽ വ്യക്തതയില്ല. സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണറേറിയമായി 7,000 രൂപ, കേന്ദ്രീകൃതമായി 3,000 രൂപ, ടെലിഫോൺ അലവൻസ് 200 രൂപ എന്നിങ്ങനെയാണ് ആശാമാർക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രതിഫലം. ഇതിനു പുറമെ പ്രകടനം വിലയിരുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഹിതമെടുത്ത് 3,000 രൂപ വേറെയും നൽകുന്നുണ്ട്. ഇങ്ങനെ 13,200 രൂപയാണെങ്കിലും അതെല്ലാവർക്കും ലഭിക്കുന്നില്ല. ഈ തുക തന്നെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എത്ര തുച്ഛമെന്ന് എല്ലാവർക്കും അറിയാം. ഈ ജീവനക്കാരെയെല്ലാം സന്നദ്ധ പ്രവർത്തകരാണ് കണക്കാക്കുന്നതെന്നതിനാൽ കൃത്യമായ അവധികൾ പോലുമില്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ആശാവർക്കർമാരുടേത്. സ്ഥിരമോ താൽക്കാലികമായ മറ്റു ജോലികളിൽ ഏർപ്പെടാൻ അനുവദനീയമല്ല. 62 വയസ്സിൽ ആനുകൂല്യങ്ങളൊന്നുമില്ലാതെ പിരിഞ്ഞു പോവുകയും വേണം.
വിരമിക്കൽ ആനുകൂല്യം അടക്കമുള്ള സമരക്കാരുടെ ആവശ്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീർപ്പിലെത്തേണ്ടതുണ്ട്. ആശാമാരുടെ വേതനം പുതുക്കണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടണമെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ തങ്ങളുടെ വിഹിതമെല്ലാം നൽകിക്കഴിഞ്ഞതാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഓണറേറിയമാണ് ഇവിടെ ആശാവർക്കർമാർക്ക് ലഭിക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന നിലയിൽ ഇവരുടെ നിയമന സേവന വേതന വ്യവസ്ഥകളിൽ കാലോചിത മാറ്റം വരുത്തുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. കേന്ദ്രം തുക അനുവദിച്ചതോ സംസ്ഥാനത്തിന് അത് ലഭിച്ചോ എന്നതുമല്ല, ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുക എന്നതാണ് തങ്ങളുടെ പ്രശ്നമെന്ന് സമരത്തിന് നേതൃത്വം നൽകുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നതിലാണ് പൊരുളുള്ളത്. ആ നിലയിലേക്കുള്ള നീക്കത്തിന് ചുക്കാൻ പിടിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. തർക്കമല്ല, ചർച്ചയാണ് വേണ്ടത്. സമരം നീണ്ടുപോകാതിരിക്കാൻ സർക്കാർ വേണ്ടത് ചെയ്യണം. ഇത് ഞാൻ ഈ കഴിഞ്ഞ ആശാവർക്കറുടെ സമരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നതിൽ ഇത് ഞാൻ കേരള ജനതയോട് അവതരിപ്പിച്ചതാണ്. ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടിൽ അത് ഷോർട്സ് വീഡിയോ ആയിട്ടാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചെങ്കിലും മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയ അഭിനന്ദനാർഹമാണ്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനത ആശാവർക്കർമാരുടെ സഹായം നിർധനരായിട്ടുള്ള പ്രായമായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഗർഭിണികൾ ആയിട്ടുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു സേവനം നമുക്ക് പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അഴിമതിയും അതുപോലെ തന്നെ ലഹരിയുമാണ്. ഇത് രണ്ടും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അഴിമതിയുടെ കാര്യം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അഴിമതി എന്ന് പറയുന്നത് മൗലിക അവകാശമാകണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ LDF, UDF, BJP നടക്കുന്നത്. അവർക്ക് അഴിമതി നടത്താൻ കഴിയുന്ന മേഖലകളെല്ലാം അഴിമതി നടത്തുകയും അത് തടയിടാനായിട്ട് കഴിയാത്ത വിധം കേരള ജനത അനുഭവിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ മദ്യത്തിനും ലഹരിക്കും ഉണ്ടാകുന്ന വിപത്തുകളുടെ ആഘാതം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജനങ്ങൾ കൂടുതൽ ശക്തമായി ഇടപെടേണ്ട മേഖലകളിൽ ഈ പറയുന്ന ഇവരുടെ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും BJPയുടെയും ഒക്കെ ഒത്തൊരുമ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ പല കാര്യങ്ങളിലും ഒരമ്മ പെറ്റ മക്കളെ പോലെ പെരുമാറുകയാണ്. ഇത് കേരള ജനത തിരിച്ചറിയുന്നുണ്ട്. ഇത് അധിക നാൾ ഈ കേരള സംസ്ഥാനത്ത് ചിലവാകില്ല എന്ന് ഞാൻ സമരം നയിച്ച ആശാവർക്കർമാരുടെ സമരത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്. ഇത് കേരള ജനതയുടെ ഒരു സൂചനയാണ്. ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും കേരള മനസ്സാക്ഷി നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇവരുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പോലും ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെയും കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ MLAമാരുടെയും പഞ്ചായത്ത് മെമ്പറുടെയും എല്ലാം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാവരുടെയും ശമ്പളം അവർക്ക് വർദ്ധിച്ചു കൊടുക്കാനുള്ള പ്രമേയം നിയമസഭ പാസ്സാക്കി. ഇപ്പം നിയമസഭ നടക്കുന്ന കാലഘട്ടമാണ്. ആ നിയമസഭ നടക്കുമ്പോൾ അവർക്ക് വർദ്ധിച്ചു വരുന്ന ഈ അവരുടെ അഴിമതി കുറക്കാൻ വേണ്ടി അവർക്ക് കൂടുതൽ ഫണ്ട് അവരുടെ ശമ്പളം ആക്കി കൊടുക്കാനായിട്ട് പ്രമേയം പാസ്സാക്കണമെന്നാണ് ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടറിന് വേണ്ടിയും കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. അത് ഒരു പക്ഷേ ഈ അഴിമതി, ഇവരുടെ അഴിമതിയാണ് ഇന്ന് ഉണ്ടായി വരുന്ന നിർധന കുടുംബത്തിൽ നിന്ന് ജനപ്രതിനിധിയായിട്ടുള്ള ആൾക്കാരെല്ലാം ഇന്ന് ശതകോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശതകോടീശ്വരന്മാരുടെ ആർത്തി ഇന്ന് അദാനിക്കും അതുപോലെ തന്നെ യൂസഫ് അലിക്കും അതുപോലുള്ള കോർപ്പറേറ്റ് മുതലാളിമാർക്കും വേണ്ടി ഇവർ ചെയ്യുന്ന പകൽക്കൊള്ള അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുകൊണ്ട് ഈ നിയമസഭ ഇപ്പോൾ കരിമണൽ ഖനനത്തിൻ്റെ ചർച്ച വരാതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കിയതുപോലെ തന്നെ ഇതുപോലെ ഇവരുടെ ശമ്പളം കൂട്ടി ഇവരെടുക്കുന്നതിന് വേണ്ടി പ്രമേയം പാസ്സാക്കണം. അതുപോലെ ഇവർ ശമ്പളം കൂടുതൽ എടുത്തോട്ടെ, എങ്കിലും ഇവരുടെ ആർത്തി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ അഴിമതി കുറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആശാവർക്കറെ പോലുള്ള എല്ലാ ട്രേഡ് യൂണിയൻ
ഉണ്ട്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ അതിൻ്റെ ഒരു ട്രേഡ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. CIT എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരിക്കലും രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ ആശാവർക്കർമാരുടെ ഇവർ പറയുന്ന 25,000 മെമ്പർമാരുണ്ടെന്ന് പറയുന്നതൊന്നും രജിസ്റ്റേർഡ് അല്ല. അവരിൽ പലരും ചേരാത്തവരാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ സംഘടനയെല്ലാം ഒരിക്കലും ഇന്ത്യൻ മഹാരാജ്യത്ത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനങ്ങളല്ല. അവർ CIT എന്ന് പറയുന്ന ഒരു കപട യൂണിയൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അൺരജിസ്റ്റേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഇത് നിരോധിക്കുന്നതിന് വേണ്ടിയും അവരെ ഈ അപകീർത്തിപ്പെടുന്ന നടപടി ചെയ്യുന്നതിന് വേണ്ടി നിയമ നടപടി സ്വീകരിക്കുന്നതിനും വേണ്ടിയും കേരള ജനത ഇനി പ്രത്യക്ഷ സമരത്തിൽ കൂടുതൽ ശക്തമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ ഈ സന്ദേശം നിങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു എവരിബഡി.